സോയ ശരിയാണ്. ലാൽകുമാർ പറയുന്നത് 100% ശരിയാണ്. അതിന് കാരണം എന്താണ്? ഇന്നലെ നമ്മൾ ചർച്ചയുടെ ഭാഗമായി ഞാൻ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇയാൾ വാ തുറന്ന വഷളത്തരം പറയാത്ത ഒരൊറ്റ വീഡിയോ ഇല്ല, ഒരൊറ്റ ഇൻ്റർവ്യൂ അതിൽ കാണാനില്ല. ഇപ്പോൾ അയാളുടെ കൊച്ചുമോളുടെ പ്രായമാവാനുള്ള ഒരു പെൺകുട്ടിയെ സൈക്കിളിൻ്റെ ബാക്കിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗമടക്കം, പ്രായമുള്ള ചേച്ചിയോട് പഴമ്പരുടെ കാര്യത്തിൽ പറയുന്ന വൃത്തികേടടക്കം, വൃത്തികേട് എന്താണ് നെറികെട്ട വാക്കുകൾ അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന ഈ ദിവസങ്ങളിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ജയിൽവാസം, തംസപ്പും ചിരിയും കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവും ഒക്കെ തീർന്നു. ഇയാൾ ഇനിയെങ്കിലും ആ വൃത്തികേട് പറയൽ നിർത്തും എന്ന് കരുതാവോ? തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇതൊരു തരം മാനസിക വൈകൃതമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ഇതെന്തോ ഒരു പ്രിവിലേജ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. നിരന്തരമായിട്ടുള്ള ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് നേരത്തെ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് ഇതൊരു സാധാരണവൽക്കരിക്കപ്പെടേണ്ട എന്തോ ഒരു കാര്യമാണ്. ഞാനിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ തമാശയൊക്കെ കേട്ട്, കാര്യം നേരത്തെ രാഹുൽ ഈശ്വർ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, ഈ 1 മിനിറ്റ് തമാശയ്ക്ക് 3 കൊല്ലം ജയിലിൽ കിടത്തണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ 1 മിനിറ്റ് തമാശയായിട്ട് രാഹുൽ ഈശ്വറിന് തോന്നുമായിരിക്കും, പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയും സംബന്ധിച്ച് ഇത് 1 മിനിറ്റ് തമാശയുടെ കാര്യമല്ല. ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ബോച്ചയുടെയും ഹണി റോസിൻ്റെയും മാത്രം വിഷയമായിട്ടല്ല കോടതി ഇതിനെ മനസ്സിലാക്കുന്നത്. കോടതി കുറെ കൂടെ വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിലാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത്. ഇത് നമ്മുടെ ഇടത്തിൽ അല്ലെങ്കിൽ പൊതുവിടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ, രാഷ്ട്രീയമായ നിലപാട് പറയുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ, അവർ ഏതെങ്കിലും തരത്തിൽ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ നിലപാടുകൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ശരീരഘടനയെ, നിങ്ങളുടെ നിറത്തെ, നിങ്ങളുടെ തൊലിയെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് നിരന്തരം അശ്ലീലങ്ങൾ പറഞ്ഞു വെക്കാമെന്ന് കരുതുന്ന 1000-10,000 ബോച്ചമാർക്കെതിരെയുള്ള ഒരു നിലപാടാണ് കോടതി പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ഞാനിതിൻ്റെ നിയമവശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൽ ഹണി റോസിനെയോ ബോച്ചയോ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത് പൊതുവിടത്തിൽ നിന്നുകൊണ്ട് ഇത്തരം അശ്ലീലങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് കിട്ടുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇതൊരു നിരന്തര പ്രശ്നമാണ്. ഇത് ഏറ്റവും ഈ ഒരു വിഷയത്തെ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ഒരു ചർച്ച വരട്ടെ, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് മാറട്ടെ. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുറിയിൽ രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ എഴുന്നേറ്റിരുന്ന് നിങ്ങളുടെ ചോദനകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ ഇടുന്ന ഫോട്ടോയിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്ന നിലപാടിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും കൈതരിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എഴുതാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതൊരു വാർണിംഗ് സിഗ്നലായി കിടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വെക്കുകയാണ്. ബോച്ചയെ പറ്റി ഞാൻ ഒരു അഭിപ്രായവും പറഞ്ഞു വെക്കുന്നില്ല. കാരണം ന്യായീകരിക്കപ്പെടേണ്ട ചാരിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയും എന്താണ് ഇയാൾ ചെയ്തു കൂട്ടിക്കൊടുക്കും. ഞാൻ എത്താം സോയ.